പരമേട്ടാ, കൃഷ്ണ, ഗുരുവായൂരപ്പ, അപ്രതീക്ഷിതമായ എന്തോ ഒന്നിന്റെ നാന്ദി നാം ദർശിക്കുന്നുവല്ലോ സുശീല. ആപതിക്കും കരണീയം സ്മരണീയം ചരണൈകുളം അമ്പായ തൽസ്മരണം കിങ്കുരുതെ ബ്രഹ്മാദിനവിച്ച കിങ്കരീ കുരുതെ കയ്യൊന്നിട്ടു. ഇന്നെന്താ കേസ്? കൂലിത്തല്ലോ പിടിച്ചുപറിയോ? കൂലിത്തല്ലാണ് പരമേട്ട. പ്രതി ഒരു ബോധം ഇല്ലാത്തവനാ. നിനക്ക് വക്കാലത്ത് തന്നതുകൊണ്ട് പ്രതിബോധമില്ലാത്തവനും കൂലിത്തല്ലുകാരനായതുകൊണ്ട് വിവരമില്ലാത്തവനും നീ ഒരു അശുവുമാകയാൽ ആയുരാരോഗ്യ സൗഖ്യത്തെ മുൻനിർത്തി സൂര്യാസ്തമയം വരെ വ്യവഹാര കേന്ദ്രങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നതാണ് ബുദ്ധി എന്ന് നാം കാണുന്നു. അപ്പൊ ഇന്നും കോടതി പോണ്ടേ? കോടതി മാത്രമല്ല, വീടും നിനക്ക് സൂര്യാസ്തമയം വരെ നിഷിദ്ധമാണ്. പക്ഷെ എവിടെയായാലും ഒരു പ്രശ്നം നിന്നെ പിടിച്ചു കുലുക്കും. പറയരുത്, പതറരുത്. എന്താ? അതിന്റെ അന്ത്യം ഒരു വൻ നേട്ടത്തിലേക്കായിരിക്കും നിന്നെ നയിക്കുന്ന സുശീല. ഇന്ന് വേറൊന്നും കയ്യിലില്ല പരമേട്ട. അടുത്ത കേസിന് ഞാൻ ഇതിന്റെയും കൂടെ ചേർത്ത് തരാം. മധുപാന കേന്ദ്രത്തിലും വ്യഭിചാര സെന്ററിലും കടം പറഞ്ഞാലും പ്രവാചക സമക്ഷത്തിൽ കടം പറയുന്നത് മഹാപാപമാണ് സുശീല. ഗതികേട് കൊണ്ട് ഇന്നൊരു ദിവസം പ്രവാചക സമക്ഷത്തിൽ കടം പറയേണ്ടി വന്ന ഈ മഹാപാപിയോട് പൊറുക്ക് പരമേട്ട. പോയി അടുത്ത കേസുമായി വാ. ഓക്കെ. നഷ്ടപരിഹാരം തന്നിട്ട് പോകുന്നതാണ് എനിക്ക് തന്നുള്ളൂ. എല്ലാത്തിനും ഞാൻ കോടതി കയറ്റും. ചവിട്ടി വിട്ടോ. സമാധാനം സമാധാനം വെള്ള കുടിയാണിച്ച സമാധാനം കാര്യം അതെന്താ നഷ്ടപരിഹാരമൊന്നും വേണ്ട. ഓക്കെ കാര്യം പറഞ്ഞു വിവരമുള്ളൂ. അത് വേണ്ട അത് വേണ്ട അത് വേണ്ട. എന്നൊക്കെ പറയുന്നത് വെള്ളക്കൊടി പട്ടികളെ കുട്ടികളെ ചേച്ചി നല്ല കടുപ്പത്തിലൊരു ചായ. ഭാസ്കര പറ്റു കുറയായി.
ഇവിടെയും ചെലവുകളൊക്കെ ഉള്ളതാ. ഇങ്ങനെ വെച്ച് നീട്ടിക്കൊണ്ട് പോയാലേ ശരിയാകുകയല്ല. അതെങ്ങനെയാ? ആദ്യമൊക്കെ പറ്റി കിട്ടാനായിട്ട് എന്റെ പുറകെ നടക്കും. എന്റെ മനസ്സലിഞ്ഞ് ഒന്ന് പറ്റു കൊടുത്താലോ, ഞാൻ പിന്നെ ഇവന്മാരുടെ ഒക്കെ പുറകെ നടക്കണം. ഒന്ന് കേറി പൊടിയാത്ത. ആ കൊളക്കാട്ട് പറമ്പിലെ വേലുപ്പിള്ളയ്ക്കും നേത്തിയാര് പറമ്പിലെ ഭാർഗവനും ഒക്കെ ഈ ഇത് തന്നെയല്ലേ പണി? അതെ. ചോദിക്കണോണ്ട് ഒന്നും തോന്നരുത്. തനിക്ക് മാത്രം എന്താ സുശീല ശമ്പളം കിട്ടണില്ലേ? അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കുക. താൻ മാത്രം എന്താണോ ഗതി പിടിക്കാത്ത? ചേച്ചി, ആ താക്കോലിങ്ങന്ന്. ആ, സുശീലിന്റെ കൂട്ടുകാരൻ ഒരുത്തം വന്ന് മേടിച്ചോണ്ട് പോയി. അതാരാ? പേര് വല്ലതും പറഞ്ഞോ? പേരൊന്നും പറഞ്ഞില്ല. മുമ്പ് നിങ്ങളുടെ കൂടെ പല പ്രാവശ്യം വന്നിട്ടുള്ളതാ. അതുകൊണ്ടാ ഞാൻ കൊടുത്തത്. അല്ല സുശീല, കുറച്ച് കാശ് വല്ലതും കിട്ടിയാൽ കൊള്ളായിരുന്നു. ഇവിടെയും ബുദ്ധിമുട്ടാ. ഞാൻ തരാൻ ചേച്ചി. നീ നാട്ടുകാരെ കൊണ്ട് അതും പറയിക്കും. പറയട്ടെ നാട്ടുകാര്, അത് കേൾക്കാനല്ലേ ഞാനിവിടെ കൊതിച്ചു നിൽക്കുന്ന. കയ്യെടുത്തേ. ആ പിന്നെ അമ്മ വല്ലതും പറഞ്ഞെന്ന് കരുതി വിഷമം തോന്നണ്ടാട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞാലും ഏട്ടനെ അച്ഛനമ്മയ്ക്ക് വലിയ ഇഷ്ടാ. ഇനിയും പറ്റുകൂടിയ ഇഷ്ടമൊക്കെ ഇഷ്ടക്കേടാവും. ഏട്ടൻ വിഷമിക്കാതെ ദാ ഇത് വെച്ചോളൂ. കടയിലെ പറ്റു തീർക്കാൻ ഇത് മതിയാകും. നീ എന്തായി കാണിക്കുന്നത്? തോന്നിയാസം കുറെ കൂടുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ. സുഗന്ധി, ഇത് തരാനുള്ള നിന്റെ ഈ മനസ്സുണ്ടല്ലോ, എനിക്കത് മതി. അമ്മ വിളിക്കുന്നു. ചെല്ലേ.